Hi dears, it is me Anshi from MS Solution. ഇനി എന്തിന് വേറൊരു സൊല്യൂഷൻ. അപ്പോൾ ഇനി പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കുട്ടികളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഡ് ആൻഡ് ബേസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആ. ഓരോരോ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് പഠിച്ചാലോ. അതിന്റെ മുന്നേ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആസിഡിന്റെ കുറച്ച് കോമൺ പ്രോപ്പർട്ടീസ് എന്താണെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആസിഡിന്റെ കുറച്ച് പ്രത്യേകതകൾ എന്താണെന്ന് അറിയണം അല്ലേ. മാഷ് പറഞ്ഞുതരാം. ഒന്നാമത്തെ ആസിഡിന്റെ പ്രോപ്പർട്ടി ചോദിച്ചാൽ ആസിഡിന് എന്ത് ടേസ്റ്റ് ആടാ? ഒരു സോർ ടേസ്റ്റ് ആണ്, അഥവാ പുളി രുചിയാണ്. ഒന്നാമത്തെ കിട്ടിയല്ലോ. ഈ പുളിയും അല്ലെങ്കിൽ ലെമൺ ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. ഈ ലെമൺ ഒക്കെ വായിൽ വെച്ച് നോക്കിയാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഭയങ്കര പുളിയായിരിക്കും. പക്ഷേ ഈ ലെമണിൽ അപ്പൊ എന്ത് നാച്ചുറാടാ? ആസിഡിക് നാച്ചുറാണ്. ആസിഡ് കണ്ടന്റ് ആണ് ലെമണിലൊക്കെ ഉള്ളത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആസിഡിൽ എന്തുണ്ടടാ? ഒരു സോർ ടേസ്റ്റ് ആണ്, ഒരു പുളി രുചിയാണ് മാഷയുള്ളത്. രണ്ടാമത്തെ എന്താ ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആടാ. ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് ആണ്. ആസിഡ് കുട്ടൻ എന്താ ചെയ്യാ അറിയോ? നീല ലിറ്റ്മസിനെ എന്ത് കളറിലോട്ട് മാറ്റൂടാ? ചുവന്ന കളറിലോട്ട് മാറ്റുന്നു, റെഡ് കളറിലോട്ട് മാറ്റുന്നു. പഠിച്ചു വെക്കണേ. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് കളറിലോട്ട് മാറ്റുന്നത് ആര്? നമ്മളെ ആസിഡ് കുട്ടനാണ്. സെറ്റ് ആണല്ലോ. എങ്കിൽ മൂന്നാമത്തെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്താ ചോദിച്ചാൽ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ആവും, അഥവാ ആസിഡും മെറ്റലുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആട്ടോ. ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ആണ് പുറത്തോട്ട് വരിക. അതായത് H2 എന്നാണ് നമ്മൾ ഹൈഡ്രജനെ പറയലേ. അപ്പൊ H2 ഗ്യാസ് ആണ് പുറത്തോട്ട് വരിക എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? സെറ്റ് ആക്കുക. ഈ 3 ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ എന്താടാ? ആസിഡിന്റെ രുചി ചോദിച്ചാൽ സോർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ലിറ്റ്മസിലോട്ടാണ് ടേൺ ചെയ്യുന്നത്. ഇനി നേരെ ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ആണ് പുറത്തോട്ട് വരിക. സെറ്റ് അല്ലേ? എങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. എന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ആസിഡ് ഹാവ് എ ഡാഷ് ടേസ്റ്റ്. ആസിഡിന് എന്ത് ടേസ്റ്റ് ഉണ്ട് എന്നാ പറഞ്ഞത്? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ള ആസിഡിന് എന്ത് ടേസ്റ്റ് ആടാ? സോർ ടേസ്റ്റ് ആണ്, അഥവാ പുളി രുചിയാണ്. മാഷ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാ? പുളിന്റെ ചിത്രം കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആസിഡിന് എന്ത് ടേസ്റ്റാ? സോർ ടേസ്റ്റ് ആണ് മാഷെ. സെറ്റ് ആണ് അല്ലെ. അപ്പൊ സർ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോവിങ് യൂസ് ടു ഐഡന്റിഫൈ ദ വെദർ ദ സബ്സ്റ്റൻസ് ഈസ് ആസിഡ് ഓർ ആൽക്കലി? ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, മനസ്സിലാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് പദാർത്ഥം ഏതാ ചോദിച്ചാൽ ഒറ്റയടിക്ക് നമ്മൾ ഉത്തരം പറയുന്നു ലിറ്റ്മസ് പേപ്പർ ആണ്. ഏതാടാ? ലിറ്റ്മസ് പേപ്പറിന്റെ മക്കൾ കാണാത്തവരുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കണ്ടുവച്ചാൽ മതി. ഇതാടാ നമ്മുടെ ലിറ്റ്മസ് പേപ്പർ. പക്ഷേ ഇതിൽ നമുക്ക് എന്താ ഉള്ളത്? എടാ റെഡിനെ ബ്ലൂ ആക്കുകയാണെങ്കിൽ അതെന്താവിടെ? ആൽക്കലി ആയിരിക്കും ട്ടോ. ഇനി ബ്ലൂവിനെ നേരെ തിരിച്ച് റെഡ് ആക്കി മാറ്റുകയാണെങ്കിൽ അതെന്താവിടെ? ആസിഡുമായിരിക്കും. സോ സിമ്പിൾ സർ. സെറ്റ് ആണ്, കുഴപ്പമില്ലല്ലോ. എങ്കിൽ സർ അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? വാട്ട് വിൽ ബി ദ കളർ ലിറ്റ്മസ് പേപ്പർ ഇൻ ആസിഡ്? അതായത് ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്താണ്? നമ്മൾ പഠിച്ചു ആസിഡ് എന്ന് കേൾക്കുമ്പോൾ റെഡ് കളർ ആണ്. സോ ആസിഡ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ലിറ്റ്മസിനെ എന്ത് കളറിലോട്ട് മാറ്റൂടാ? ചുവപ്പ് കളറിലോട്ട് മാറ്റും, അഥവാ റെഡ് കളറിലോട്ട് മാറ്റും. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചിത്രം ഒന്ന് നോക്കിപ്പോടാ. സിമ്പിൾ ആണ്. ആസിഡ് എന്ന് പറയുമ്പോൾ മാഷ് ഇതാ ഈ ബ്ലൂ ലിറ്റ്മസിനെ എന്ത് കളറിലോട്ടാണ് കൺവേർട്ട് ചെയ്തത്? റെഡ് കളറിലോട്ടാണ്. ഇവിടെ ബേസ് അല്ലെങ്കിൽ ആൽക്കലി എന്ന് പറയുമ്പോൾ എന്താടാ? ഇവിടെ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ കളറിലോട്ടാണ് കൺവേർട്ട് ചെയ്തത്. സോ ഈ പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് ലിറ്റ്മസ് പേപ്പർ സെറ്റ് ആണ് മാഷെ. റെഡി അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ? ലിറ്റ്മസ് ഈസ് ഡൈ ദ ഒബ്റ്റൈൻഡ് ഫ്രം ദ വിച്ച് പ്ലാന്റ്? ഏതിനം സസ്യത്തിൽ നിന്നെടുക്കുന്ന ചായമാണ് ലിറ്റ്മസ്? നമ്മുടെ ടെക്സ്റ്റിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് സസ്യത്തിൽ നിന്നാടാ? മരങ്ങളുടെ കൂടെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന ഒരു സസ്യമുണ്ട്. എന്താ സസ്യത്തിന്റെ പേര്? ലൈക്കൺ എന്നാണ്. ലൈക്കണിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നതാ? ലിറ്റ്മസ് ഉണ്ടാക്കുന്നത്. ഇതാടാ ലൈക്കന്റെ ഇമേജ്. ഒന്ന് നോക്കിയാൽ എന്ത് ചെയ്യുന്നുണ്ടാ? കാണുന്നുണ്ടല്ലോ. അപ്പൊ ലിറ്റ്മസ് പേപ്പർ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. ലൈക്കൺ എന്ന സസ്യത്തിൽ നിന്നാണ് അതിന്റെ ചായ ഉണ്ടാക്കുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കണേ സർ. സെറ്റ് ആണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The acid in vinegar. വിനാഗിരി അഥവാ സുർക്കയിലുള്ള ആസിഡ് ഏതാ ചോദിച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് ഉത്തരം പറയാൻ പറ്റും. ഏതാടാ? അസറ്റിക് ആസിഡ് ആണ്. ഏത് ആസിഡ് ആണ്? അസറ്റിക് ആസിഡ് ആണ് മാഷെ. അങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റിൽ കുറെ ആൾക്കാരെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവരൊക്കെ ആസിഡ്സ് പഠിക്കാൻ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. വിനാഗിരിയിൽ അസറ്റിക് ആസിഡ് ആണെന്ന് അറിയാം. ഒന്നാമത്തെ ആരാടാ? വിനാഗിരിയാണ് മാഷെ. വിനെഗർ അസറ്റിക് ആസിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആപ്പിളത്തെ ആസിഡ് ഏതാ? മാലിക് ആസിഡ് ആണ്. ഏത് ആസിഡ് ആടാ? മാലിക് ആസിഡ് ആണ്. മിൽക്ക്
ചോദിക്കുന്നുണ്ടല്ലോ, മിൽക്ക് ചോദിച്ചാൽ പാല്, തൈര്, കേട് അഥവാ പിന്നെന്താടാ ബട്ടർ മിൽക്ക്, മോര്, ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അത് ലാക്റ്റിക് ആസിഡ് ആണ്. അടുത്തത് ഉറുമ്പൊക്കെ കടിച്ചാൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യണം, ചെറിയൊരു വേദന വരില്ല, കട്ടുറുമ്പൊക്കെ കടിച്ചാൽ. അപ്പൊ ഇത് ഏത് ആസിഡാ ചോദിച്ചാൽ നമ്മൾ പറയുന്നു ഫോമിക് ആസിഡ് ആണ്. അടുത്തത് ഗ്രേപ്പ് ചോദിച്ചാൽ, മുന്തിരിയൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയടാ, ടാർട്ടാറിക് ആസിഡ് ആണ് അല്ലെ. ടൊമാറ്റോ നമുക്കറിയാലോ, തക്കാളിയിൽ ഏതാ മാഷേ, ഓക്സാലിക് ആസിഡ് ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. ഇനി ലെമൺ ചോദിച്ചാൽ നമുക്കറിയാം സിട്രിക് ആസിഡ് ആണ്. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആട്ടോ. അതുപോലെ ഈ ഒരു ബോക്സും എന്റെ മക്കൾ എന്ത് ചെയ്യണം, നോക്കാതെ പോകരുത്, പഠിക്കണം. നമ്മളിപ്പോ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഈ ബോക്സിലുള്ളത് കേട്ടോ. സെറ്റ് അല്ലേ? എങ്കിൽ സർ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ഗ്യാസ് ഫോംഡ് ബൈ ആസിഡ് റിയാക്ട് മെറ്റൽ. നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു, എന്റെ മക്കൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടല്ലോ. അതായത് ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഗ്യാസാ പുറത്തോട്ട് വരിക, നമ്മൾ പഠിച്ചു ഹൈഡ്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ വാതകമാണ് പുറത്തോട്ട് വരിക. ക്രിസ്റ്റൽ സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് നോക്കടാ. എന്താ മാഷി എക്സ്പെരിമെന്റ്? ഇവിടെ മാഷ് എന്ത് ചെയ്തിട്ടുണ്ടാ, ഒരു ടെസ്റ്റ് ട്യൂബില് കുറച്ച് ആസിഡ് എടുത്തിട്ടുണ്ട്. ഈ ആസിഡിൽ ഞാൻ എന്ത് ചെയ്തടാ, കുറച്ച് മെറ്റൽസ് ഇട്ടു, അല്ലെങ്കിൽ മാഗ്നീഷ്യമോ സിങ്കോ, ഇതൊക്കെ മെറ്റൽ ആട്ടോ, ലോഹങ്ങളാണ്. ഈ ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ആരാ പുറത്തോട്ട് വരിക, H2 ഗ്യാസ് ആണ് പുറത്തോട്ട് വരിക, അഥവാ ഹൈഡ്രജൻ വാതകമാണ് പുറത്തോട്ട് വരിക. അത്രേ ഉള്ളു പരിപാടി. ഈ ഹൈഡ്രജൻ വാതകം പുറത്തോട്ട് വന്നാൽ ഒന്ന് ആളെ അങ്ങോട്ട് കത്തോ, ഒരു പോപ്പ് സൗണ്ടോടെ എന്ത് ചെയ്യൂടാ, ആ മാച്ച് ബോക്സ് അല്ലെങ്കിൽ ആ തീപ്പെട്ടി കത്തുന്നുള്ള കാര്യം എന്ത് ചെയ്താൽ മതി, ഓർമ്മയിൽ വെച്ചാൽ മതി കേട്ടോ. സെറ്റ് അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ, വിച്ച് ഈസ് ദ ആസിഡ് നോൺ ആസ് ദ കിങ് ഓഫ് ആസിഡ്. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഏത് ആസിഡാടാ, സൾഫ്യൂരിക് ആസിഡ് ആണ് ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ഇനി കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നതും ആരെന്നേടാ, സൾഫ്യൂരിക് ആസിഡ് ആട്ടാ. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നതും ആരെന്നേടാ, സൾഫ്യൂരിക് ആസിഡ് ആണ്. സെറ്റ് അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ, വിച്ച് ഗ്യാസ് ഫോംഡ് വെൻ ദ മാഗ്നീഷ്യം റിയാക്ട് വിത്ത് ആസിഡ്. അതായത് ഇവിടെ എന്റെ മക്കൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചാട്ടോ. അതായത് മാഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ലോഹമാണ് മക്കളെ, ലോഹം അഥവാ മെറ്റലാ. ഈ മെറ്റല് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരാ ഉണ്ടാവുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ വാതകമാണ്. സോ സിമ്പിൾ സർ, സെറ്റ് ആണല്ലോ. ഇത് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്റെ മക്കൾക്ക്? കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ. pH വാല്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ലെ. ഈ pH വാല്യൂ, പ്യുവർ വാട്ടറിന്റെ pH വാല്യൂ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം 7 ആണ്. 7 ആണ് ശുദ്ധജലത്തിന്റെ pH വാല്യൂ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ pH വാല്യൂ കാണണ്ടേ? എടാ ഇതാടാ pH സ്കെയിൽ. ഇതിൽ എത്ര വാല്യൂസ് ഉള്ളത്, 0 മുതൽ 14 വരെയാണ് ഇവന്റെ വാല്യൂസ് ഉള്ളത്. ഏത് മുതൽ ഏത് വരെടാ, 0 മുതൽ 14 വരെ വാല്യൂസ് ഉള്ള ആളാണ് നമ്മൾ ആര്, pH സ്കെയിൽ എന്ന് പറഞ്ഞാൽ. ഇതിൽ ഏറ്റവും സെന്ററിലുള്ള ആളാണ് നമ്മൾ 7 എന്ന് പറഞ്ഞാൽ. ഈ 7 ആണ് മക്കളെ നമ്മളെ ന്യൂട്രൽ അഥവാ നിർവീര്യം എന്ന് പറയുന്നു. ആസിഡുമല്ല ബേസും അല്ലാത്തതിനാണ് നമ്മൾ എന്ത് പറയാ, നിർവീര്യം എന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ പഠിച്ചു വെക്കണേ, 0 മുതൽ 6 വരെയുള്ള ആളാണ് ആസിഡ് കേട്ടോ. 0 മുതൽ 6 വരെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും, ആസിഡ് എന്ന് പറയും. പക്ഷേ അടുത്തത് എന്താ, 8 മുതൽ 14 വരെയുള്ള ആൾക്കാരെ നമ്മൾ എന്താ പറയാ, ആൽക്കലി എന്നും പറയും. സർ സെറ്റ് ആണ്. ഇത് എന്റെ മക്കൾക്ക് അറിയണം, വാട്ടർ ആണ് 7 കേട്ടോ. 7 എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. ഈ വാട്ടർ എന്താടാ, ആസിഡുമല്ല ബേസും അല്ലാത്തതിന് നമ്മൾ എന്ത് പറയാ, നിർവീര്യം അഥവാ ന്യൂട്രൽ എന്ന് പറയാ. ഇത് എക്സാമ്പിൾ ചോദിച്ചാൽ വാട്ടർ അഥവാ പ്യുവർ വാട്ടർ, ശുദ്ധജലം എന്ന് പറയാ. എന്നാൽ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കടാ. എന്താ സർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്ട്രോങ് ആസിഡ് യൂസ് ഇൻ ലബോറട്ടറി. താഴെ നൽകിയിരിക്കുന്ന ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ശക്തി കൂടിയ ആസിഡ് ചോദിച്ചാൽ നൈട്രിക് ആസിഡ് ആണ്. ഏത് ആസിഡാടാ, നൈട്രിക് ആസിഡ് ആണ്. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ഇതുപോലത്തെ അടുത്ത ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. ഓക്കെ, ബൈ.